ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു നാടൻ ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അതിന് കൂടെ കുറച്ച് എള്ളുണ്ടായത്, അപ്പം അതിനകത്ത് കുറച്ച് എള്ളിട്ട് ഇലയപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ. അന്നേരം കുറച്ച് ഏത്തപ്പഴം ഉണ്ടായിരുന്നു, ഒരു 4 ഏത്തപ്പഴം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ച് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചുക്ക് ഇട്ടു, കുറച്ച് ഏലക്കായ ഇട്ട് അതും കൂടെ മിക്സിയിലിട്ട് അരച്ചിട്ട് പിന്നെ അതിനകത്ത് കുറച്ച് തേങ്ങയും കൂടി ഇട്ടു, വളരെ കുറച്ച് തേങ്ങ. എന്നിട്ട് അതിന് ആവശ്യത്തിനുള്ള അരിപ്പൊടി, അതിനെത്രയാണ് നമുക്ക് ആവശ്യമുള്ള അരിപ്പൊടി, എല്ലാവരും ഉണ്ടാക്കിയിട്ടുള്ളതായിരിക്കാം. എന്നാലും അതിനകത്ത് കുറച്ച് ആവശ്യത്തിന് അരിപ്പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മളത് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഞാനിതിനകത്ത് ഏത്തപ്പഴത്തിന് നല്ല മധുരം ഉള്ളതുകൊണ്ട് ഞാൻ ശർക്കര ചേർത്തില്ല, ഇനി കുറച്ച് പഞ്ചസാരയാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പം നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ ആവശ്യത്തിനുള്ള ചൂടുവെള്ളം നമുക്ക് എടുത്തു വെക്കണം. എന്നിട്ട് നമുക്ക് ഒരു ചെറിയ ചൂട് വെള്ളം നമുക്ക് അതിനകത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് നമുക്ക് അത് മിക്സ് ചെയ്യണം. പിന്നെ അതിനകത്ത് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇടാം. ശർക്കരയാണെങ്കിൽ ഇടാം, കാരണം ഇത് നല്ല മധുരം ഉള്ളതുകൊണ്ട് ഞാൻ കുഞ്ഞും കുറച്ച്, ഇവിടെ എല്ലാവർക്കും മധുരം കുറച്ച് മതി, അതുകൊണ്ട് അതനുസരിച്ച് കുറച്ച് പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണത്. വെള്ളമൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്യാം. പിന്നെ ശകലം നെയ്യും കൂടി ഒഴിക്കാം, വളരെ കുറച്ച് ഒരു 1/2 സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്ക് അതും കൂടെ ഒരു മിക്സ് ചെയ്ത് ഇടാം. പിന്നെ കുറച്ച് വയണയില എടുക്കണം. വയണയില എന്നാണ് ഇവിടെ പറയുന്നത്. അതിനകത്ത് ആവശ്യത്തിന് മിക്സൊക്കെ ഇട്ടിട്ട് നമുക്കത് ആവി ചെമ്പി പുഴുങ്ങാതെ. നേരത്തേക്കാണ് ഇതിങ്ങനെ കുമ്പിൾ കുത്തി ഈർക്കിലൊക്കെ കുത്തിയിട്ടായിരുന്നു എടുക്കുന്നത്. ഇപ്പം നമ്മൾ ഇതുപോലൊക്കെ അറിയാമായിരിക്കുമല്ലോ എല്ലാവർക്കും. ഇതാകുമ്പോൾ ഈസിയാണ്, ഈർക്കിൽ എടുക്കാൻ പോകണ്ട, ഒന്നും പോകണ്ട, ഇത് എളുപ്പമായിട്ട് നമുക്കിത് ചെയ്യാം. അന്നേരം ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലൊക്കെ എടുക്കാം. ഇത് ശർക്കര ചേർക്കാത്തതുകൊണ്ട് കളറ് കുറവാണെങ്കിലും പക്ഷേ ടേസ്റ്റിനൊന്നും ഒരു കുറവില്ല, നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി കുറച്ച് മട്ടയിലുണ്ട്, അതിന് മട്ടയിലെന്നായിരിക്കില്ല എല്ലായിടും പറയുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു മട്ടയില ഒരു വേറൊരു ടേസ്റ്റാണ്, മയണയിലേക്ക് ഒരു ടേസ്റ്റ്, നല്ലൊരു ടേസ്റ്റ്, മട്ടയിലേക്ക് ഒരു പ്രത്യേക ടേസ്റ്റ്. അന്നേരം ഞാൻ വിചാരിച്ചു കുറച്ച് മട്ടയിലും കൊണ്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം മട്ടയിലേക്കകത്തും ബാക്കിയുള്ള മാവൊക്കെ എടുത്ത് മിക്സ് ചെയ്തിട്ട് അതും എടുത്തു. നന്നായിട്ടൊന്ന് പരത്തിയിട്ട് പിന്നെ മടക്കി നമുക്ക് ആവി പിടുങ്ങാം. ഈ വട്ടയിലയുടെ മൈനയുടെ ഒക്കെ ഒരു സ്മെല്ല് നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്ക് അത് എല്ലാം ആവി പിഴുങ്ങാൻ വെച്ചേക്കാണ്. ഒരു 15-20 മിനിറ്റിനുള്ളിൽ അതെല്ലാം റെഡിയാകും. അത് നന്നായിട്ട് ആവിയൊക്കെ ഒന്ന് നല്ല സോഫ്റ്റായിട്ടുള്ള മൈനയിലയും വട്ടയിലയും കൊണ്ട് നമുക്ക് ഏത്തക്കയൊക്കെ അരച്ച് ചേർത്ത് നല്ല ടേസ്റ്റി ആയിട്ട് നമ്മളത് ഉണ്ടാക്കി. അപ്പോൾ ഇതുപോലൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഇതുപോലൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ഫുഡാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കാം. ആവിയൊക്കെ വരുമ്പോൾ മട്ടയിലയുടെയും വയനാടിലൊക്കെ ഒരു മണം ഭയങ്കര നല്ലൊരു ടേസ്റ്റാണ്, നമുക്കറിയാൻ പറ്റും.